ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇത് സോണിയുടെ ഒരു ഹോം തിയേറ്ററാണ്. D100 എന്ന് പറയും. ഇപ്പം D80, D40, D20 അങ്ങനെ പലതുണ്ടല്ലോ. അതിൽ ആദ്യകാലത്ത് ഇറക്കിയ ഒരു സാധനമാണ് SAD100 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇത് ബ്ലൂടൂത്തും പെൻഡ്രൈവും എല്ലാം ഉള്ള ഒരു സാധനമാണ്. NFC വരെ ഉണ്ട്. NFC ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നിയർ ഫീൽഡ് കണക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. NFC ഇത് കണ്ട കാണിച്ചു കൊടുത്തത്, അതിൻ്റെ സിമ്പിൾ കാണിച്ചു കൊടുത്തത്. പല മൊബൈലിലും ഉണ്ട് ഇത്, NFC നിയറസ്റ്റ് ഫീൽഡ് കണക്ഷൻ എന്ന് കണ്ട അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് അഴിക്കാൻ നമ്മൾ പോവാണ്. ഇതിൻ്റെ സ്പീക്കർ പോയിരിക്കുകയാണ്. സ്പീക്കറുകളെല്ലാം പോയി ഉപയോഗിക്കാതിരുന്നു. കസ്റ്റമർ സോണിന് തന്നെ വേറെ മേടിച്ചു. നമ്മളെടുത്തു പശയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സബ്വൂഫർ നോക്കി, സോണിയുടെ സബ്വൂഫർ ഇതുവരെ പോയി അങ്ങനെ വന്നിട്ടില്ല. ഇത് കണ്ടു, ഇവിടെ കാണിക്കുക, നല്ലൊരു അടുപ്പിച്ച് കാണിക്കും. ഇത് കണ്ടു, ഇതെല്ലാം വിട്ട് ഇത് കണ്ട. പക്ഷെ അവനിപ്പോഴും വർക്കിങ്ങാ. അതിൻ്റെ പേപ്പറും കാര്യങ്ങളുമൊക്കെ പോയിരിക്കുന്നുണ്ടോ ഉള്ളൂ. നമുക്കൊരു പാട്ടിട്ട് നോക്കാം എങ്ങനെ വരുമെന്ന്. ഒരു പാട്ടിട്ടാൽ എങ്ങനെ അടിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. മതി, മാറ. ഓണാക്കണം. ഓണാക്കി USB ഫങ്ഷൻ USB കൊണ്ടിരുന്നു. ഇതായിരിക്കും ഇതാണ്. അപ്പോൾ നമ്മൾ സബ്വൂഫർ റിപ്പയർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പുതിയത് വാങ്ങാൻ ഒത്തിരി രൂപ ആവും. നമുക്ക് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ അറിയാം. ഇതിപ്പോൾ ഒരു ലോക്ക് സിസ്റ്റമാണിത്. പ്രസ് ചെയ്തുകൊണ്ട് വലിച്ചാൽ മതി, ഊരിപ്പോരും. കുറേ വർഷങ്ങളായ 3 വർഷമായിട്ട് ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുകയെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട്, സ്ഥലം ഞാൻ പറയുന്നില്ല, വളരെ ദൂരെ, ഏതാണ്ട് 100 കിലോമീറ്ററിന് ദൂരെയുള്ള ഒരാൾ രാവിലെ സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്കൽ ഇങ്ങനെ ഞെക്കിക്കഴിയുമ്പോൾ, മറ്റേ എൻ്റെ കൈ വെച്ച് ഞെക്കാറുണ്ട്. ഇതെൻ്റെ കൈ വലിയതായതുകൊണ്ട് ഞെക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ സ്കൂട്ടർ എടുത്തത്. ഇതാണ് എൻ്റെ 304 കോഡ് നമ്പറാണ്. വാട്സ് ഒന്നും എഴുതിയിട്ടില്ല, ഡബിൾ മാഗ്നറ്റാണ്. അപ്പോൾ നമുക്ക് അവനെ ശരിയാക്കി എടുക്കണം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ സ്ക്രൂകളെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതിലോട്ട് തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി. നമ്മൾ വേറെ കൂട്ടിലൊക്കെ ആക്കി വെക്കുന്നതിൽ സേഫ്. ഇത് തന്നെ ഒരു പിരിച്ചങ്ങ് വെച്ചാൽ അവിടെ ഇരുന്നോളും.
ഒരിടത്തും പോകല. പിന്നെ നമ്മൾ സ്പീക്കറൊക്കെ റെഡിയാക്കി വരുമ്പോൾ സ്ക്രൂ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കിടത്ത് കയറേണ്ട ആവശ്യമൊന്നും നമുക്ക് വരത്തില്ല. ഇതിപ്പോൾ അങ്ങനെ നിർത്താം. തൽക്കാലം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഊഫറൊക്കെ റെഡിയാക്കി വന്നിട്ട് അതിൻ്റെ പിന്നെ കുഞ്ഞ് സ്പീക്കറുകളാണ് അതിൻ്റെ. സ്പീക്കറുകളെല്ലാം കംപ്ലൈൻ്റ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ സ്പീക്കർ ഒന്ന് നോക്കാം. സ്പീക്കർ ഒന്ന് ഇതുണ്ട്. ഇത് കസ്റ്റമർ അതിനാതെ എടുക്കണ വേട്ടാവിളിയും കയറാതെ തുളയിട്ട് വെച്ചിട്ടുണ്ട്, തുള അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് 4 സ്പീക്കറും അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കസ്റ്റമറാണ്. അപ്പോൾ നമുക്ക് സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്യണം. സ്പീക്കർ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു ബാറ്ററി എടുത്ത് ഒരു വയർ കഷ്ണം കൊടുത്താൽ ഒരു 2 അല്ല നമ്മുടെ മറ്റേ അത് മൾട്ടിമീറ്റർ, മാനുവൽ മൾട്ടിമീറ്റർ വെച്ച് ഇത് ചെക്ക് ചെയ്യാം. മാനുവൽ മൾട്ടി ഒന്നും കേൾക്കുന്നില്ല. നമുക്കത് ഈ വെല്ലത്തിൽ നോക്കാം. അതിലൊന്നും കേൾക്കുന്നില്ല. അതായത് മൾട്ടിമീറ്റർ എന്തോ പറ്റിയ ഇത് പറ ഉണ്ടോ? കോയിൽ അനങ്ങുന്നുണ്ടോ? മീറ്റർ വെച്ച് അളക്കാം. 1 കിട്ടാൽ മതി. അപ്പോൾ ശബ്ദത്തോടെ വരും ഇത്. അപ്പോൾ ഈ സ്പീക്കർ പോയതാണ്. 1 അത് പോയതാണ്. രണ്ട് ഈ സ്പീക്കർ പോയതാണ്. ഇത് നല്ല എന്താ ശബ്ദം കേൾക്കാം. ശ്രദ്ധിച്ചോ, ശബ്ദം കേട്ടാ ടിക്ക് 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 ആണ്. അപ്പോൾ ഈ സ്പീക്കർ നല്ല ഗുഡ്. ഇനി ഒരെണ്ണോടെ ഉണ്ട്. ഇതും പോയതാണ്. 3 സ്പീക്കർ പോയതാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം സാമ്പിൾ എടുക്കാം. സ്ക്രൂ കണ്ടോ? മൾട്ടിമീറ്റർ വെച്ച് എന്നെ സൂപ്പറായിട്ട് ചെക്ക് ചെയ്യാമെന്ന് കണ്ടോ? ഇതൊന്ന് കാണിച്ച്. സ്പീക്കർ ആണെങ്കിൽ മൾട്ടിമീറ്റർ ഇവിടെ കാണിച്ചു, മീറ്ററിലും കാണിച്ചു. എന്താ സൂചി ഇളങ്ങുന്നുണ്ടോ? ഓക്കെ, കട്ട് ചെയ്തേ.
നാശപ്പെടുത്ത ആ അതൊന്ന്. ഇതാണ് സ്പീക്കർ. ഇതും ഡബിൾ മാഗ്നറ്റാണ് സാധനം. 305. ഓക്കെ, ഇത് നമുക്ക് വിളിച്ചെടുക്കാം. ഒരു സാമ്പിൾ എടുത്തേക്കാം. നമ്മൾ മീറ്ററിനകത്ത് അല്ല പിന്നെ ഈ ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ ബൾബ് കത്തിക്കുമ്പോൾ LED കത്തിക്കുമ്പോൾ ഒന്നും DC AC ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് കൊടുത്തെങ്കിൽ മാത്രമേ സ്പീക്കർ പുറത്തേക്ക് തള്ളുള്ളൂ. നെഗറ്റീവ് തിരിഞ്ഞു വന്നാൽ നെഗറ്റീവ് അകത്തേക്ക് തള്ളുവേ. അതുകൊണ്ടാണ് അങ്ങനെ. ഒരു കൂടിഞ്ഞ് വന്ന ഇത് സ്ക്രൂ ഇടാം. അപ്പോൾ ഇത് കൂട്ട് 3 സ്പീക്കർ വേണം. ഇത് റെഡിയാക്കി എടുക്കണം. പെയിൻറ്റിങ് തന്നെ പോയിരിക്കും. പെയിൻറ്റിങ് കത്തി തുണിയൊക്കെ അത് ചെയ്തിരിക്കും. അത് റബ്ബറാണ്, അതുകൊണ്ട് അത് കംപ്ലൈൻറ്റ് വന്നു. പോയതാ നോക്കുമല്ലോ. ഇതുണ്ടോ, ബാക്കിയെല്ലാം കൂട്ടിക്കയറ്റാം. സ്പീക്കറൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് വരാം. സ്പീക്കർ ഓക്കെ. വീണ്ടും സന്ധിപ്പിച്ചതുവരെ വണക്കം. വീണ്ടും സന്ധിക്കതുവരെ വണക്കം.